ALP സ്കൂൾ പുല്ലാളൂർ മാതൃഭൂമി സീഡ് പദ്ധതി 2024-25 പ്രവർത്തനങ്ങൾ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ മടവൂർ കൃഷി ഓഫീസർ ഫാത്തിമ നിഷിൻ കുട്ടികൾക്ക് വൃക്ഷത്തൈ നൽകിക്കൊണ്ടാണ് തുടക്കം കുറിച്ചത്. ഒത്തിരി വേറിട്ട പ്രവർത്തനങ്ങളാണ് ഈ വർഷം ഞങ്ങളുടെ കുട്ടിക്കൂട്ടം മുന്നോട്ട് നയിച്ചത്. പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ മാത്രമേ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനാകൂ എന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ ആവാസ വ്യവസ്ഥയെ തിരിച്ചു പിടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകം പ്രാധാന്യം നൽകി. കാർഷിക സംസ്കാരം കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായി വിദ്യാലയത്തിലും കുട്ടികളുടെ വീടുകളിലും വിപുലമായ രീതിയിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. പുതിയ കൃഷിരീതി പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി വിദ്യാലയത്തിൽ ചിപ്പിക്കൂൺ കൃഷി ആരംഭിച്ചു. ഇത് കുട്ടികളിൽ കൗതുകവും പുതിയ ഒരു അറിവുമായിരുന്നു. കുട്ടികളുടെ സമഗ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിന് മാതൃഭൂമി സീഡ് നടപ്പിലാക്കുന്ന തനിച്ചല്ല പദ്ധതി ഞങ്ങൾ ഏറ്റെടുത്തു. സിന്തറ്റിക് ആയിട്ടുള്ള കൃത്രിമമായ രാസവസ്തു വലിയൊരു വിഷയങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. വിഷയം ഉണ്ടാക്കാറില്ല, അപ്പുറത്തൊന്നും ചോദിച്ചില്ല. അതേസമയത്ത് ഒരു പെൺകുട്ടി നരിക്കുനി ചമ്പക്കുന്നിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സ്ഥാപനം സന്ദർശിച്ച് പുല്ലാളൂർ ALP സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉദ്യോഗസ്ഥരുമായി നേരിട്ട് സംവദിച്ച് ഫയർ സ്റ്റേഷനിലെ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനാണ് വിദ്യാർത്ഥികളെത്തിയത്. ക്രിസ്മസ് അവധിക്കാലത്ത് ട്രാഫിക് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് ഫയർ ആൻഡ് റെസ്ക്യൂവിനെക്കുറിച്ച് അറിയാൻ പഠനയാത്ര തന്നെ സ്കൂൾ അധികൃതർ സംഘടിപ്പിച്ചത്. പുല്ലാളൂർ ALP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി ചമ്പക്കുന്നിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സ്ഥാപനത്തിൽ വന്ന് ഉദ്യോഗസ്ഥരുമായി സംവദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. മുങ്ങിമരണം, പ്രകൃതി ദുരന്തങ്ങൾ, കെട്ടിട തകർച്ച, എണ്ണ ചോർച്ച, വാതക ചോർച്ച തുടങ്ങി വിവിധ അപകടങ്ങളുണ്ടാകുമ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ സേന സ്വീകരിക്കുന്ന വിവിധ മാർഗങ്ങൾ കൃത്യമായി ഡെമോ ചെയ്തുകൊണ്ട് ഫയർ ഓഫീസർ നിബിൻ ദാസ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. സ്ഥാപനത്തിലെ വാഹനങ്ങൾ, അവയുടെ ഉപയോഗം, അതിൽ ഘടിപ്പിച്ച സംവിധാനങ്ങൾ, വാഹനം പോകുമ്പോഴുള്ള വിസിൽ മുഴക്കം, വെള്ളം ചീറ്റൽ എല്ലാം കുട്ടികൾക്ക് ഏറെ പുതുമ നിറഞ്ഞതും പുതിയ അറിവ് നൽകുന്നതുമായി. ഇവിടുത്തെ ചെറിയ വാഹനം മുതൽ വലിയ വാഹനം വരെ ഓരോന്നോരോന്നായി കുട്ടികൾ കൃത്യമായി നിരീക്ഷിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളായ ആഷിം, ഷഹാന തുടങ്ങിയവർ ഉന്നയിച്ച സംശയങ്ങൾക്ക് ഓഫീസർമാർ വിശദീകരണം നൽകിയതും കുട്ടികൾക്ക് ഏറെ അറിവ് നൽകുന്നതായി. സ്റ്റേഷൻ ഓഫീസർമാരായ ടി ജാഫർ സാദിഖ്, ഫയർ ഓഫീസർമാരായ NK ലതീഷ്, ടി സജിത് കുമാർ, AK ബിബുൽ, ജിനുകുമാർ എന്നിവരും ചേർന്നാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത്. ക്രിസ്മസ് അവധിക്കാലത്ത് തുടങ്ങിയ ട്രാഫിക് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് പുല്ലാളൂർ ALP സ്കൂളിലെ വിദ്യാർത്ഥികൾ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ കാണുന്നതിനുള്ള പഠനയാത്ര തന്നെ സംഘടിപ്പിച്ചത്. പ്രധാനാധ്യാപിക വിചിത്ര K, M ഹസീബ്, ശ്രുതി PV, EP പ്രഭാവതി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം. ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളുമായി പുല്ലാളൂർ ALP സ്കൂളിലെ സീഡ് ക്ലബ്ബ്. ഓരോ വ്യക്തിയും ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ബോധവാന്മാരാവേണ്ടതിൻ്റെ ആവശ്യകത കാലഘട്ടത്തിന് അനിവാര്യമാണെന്ന് വിളിച്ചോതിക്കൊണ്ട് ALP സ്കൂൾ പുല്ലാളൂരിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി സീഡ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ബോധവൽക്കരണ ക്ലാസും LED ബൾബ് നിർമ്മാണ പരിശീലനവും സംഘടിപ്പിച്ചു. മസ്കോട്ട അക്കാദമി ട്രെയിനർ മുഹമ്മദ് അജ്മൽ ക്ലാസിന് നേതൃത്വം നൽകി. സാധനമാണ് ഇതിൽ വേറെ ഒരുപാട് ചിപ്പുകളൊക്കെ അടങ്ങിയിട്ടുള്ള സാധനമാണ് ഇതുമെന്ന് ഡയറക്റ്റ് ആയിട്ട് എന്താണ് കറണ്ട് ഇതിലേക്ക് കൊടുത്താൽ ഇത് കത്തും എന്നുള്ളതാണ്. അതായത് ഈ സാധനം എന്ന് പറഞ്ഞാൽ നേരത്തെ നിങ്ങളിപ്പോ ചെയ്ത സംഭവം തന്നെയാണ്. പക്ഷെ ഇതേ സെയിം സാധനം റിപ്പയറിംഗ് കിറ്റ് നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടും. 10 രൂപ കൊടുത്താൽ മതി. ആ 10 രൂപ കൊടുത്തിട്ട് ആ സാധനം വാങ്ങുക. ഈ സാധനം
സരിത മംഗലശ്ശേരി, മുഹമ്മദ് റാഫി, SSGP പ്രഭാവതി എന്നിവരും പങ്കെടുത്തു.